കഴിഞ്ഞ വർഷമാണോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷമാണോ ഒരു TTE ഒരാൾ ട്രെയിനിൽ തള്ളിയിട്ട് കൊന്നതാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് ബോഗിയിലുണ്ടാവുക എന്നുള്ളതിനപ്പുറം RPFനും ഇക്കാര്യത്തിൽ ചുമതലയില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കൃത്യമായ സുരക്ഷ RPFന്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാകണം. ഈ കമ്പാർട്ട്മെന്റുകളിൽ പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെന്റുകളിലും സ്ത്രീകൾ യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റുകളിലും വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ പേരിന് മാത്രമാണ്. 1-2 പോലീസുകാർക്ക് അതിൻ്റെ ഒരു 5-6 കമ്പാർട്ട്മെന്റുകളിൽ ചുമതല നൽകുകയാണ് സാധാരണ ചെയ്യുക. ആ ബോഗികളിലൂടെ ഇടയിലൂടെ അവർ നടന്ന് വെറുതെ ഒരു പരിശോധന നടത്തി തിരിച്ചു പോകുന്ന സ്ഥിതി സാധാരണഗതിയിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മദ്യപിച്ച് എത്തുന്ന ആളുകൾ, മയക്കുമരുന്ന് ഉപയോഗിച്ചെത്തുന്ന ആളുകൾ, ഒപ്പം തന്നെ മാനസിക വിഭ്രാന്തി കാണുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ട്രെയിനിലെത്തും. അവരെയൊക്കെ നമുക്ക് തടയുക എന്ന് പറയുന്നത് അത് അത്ര പോസിബിളായ കാര്യമാണ് എന്ന് പറയാൻ കഴിയില്ല. നേരത്തെ റെയിൽവേ തന്നെ മദ്യപിച്ച് ട്രെയിനിൽ കയറുന്ന ശിക്ഷാർഹമാണ്, അങ്ങനെ പിടിക്കപ്പെട്ടാൽ വലിയ ശിക്ഷ നൽകുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും നടക്കുന്നില്ല. മദ്യപിച്ച് ഇഷ്ടം പോലെ ആളുകൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളാണ് ഈ സുരേഷ്. അതിനിടയിലാണ് ഈ പെൺകുട്ടികൾക്കിടയിലെ നടന്നു പോകുന്നതിനിടയിൽ ഉണ്ടായ ഒരു തർക്കം. ആ തർക്കത്തിനിടയിലാണ് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയപ്പോൾ ഇവർ അത് ചോദ്യം ചെയ്തു. അതിന് ഇടയിലാണ് ഈ ചവിട്ടി ശ്രീകുട്ടിയെ പുറത്തേക്കിടുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഒരുപക്ഷെ നേരത്തെ റെയിൽവേ ഇറക്കിയത് പേരിന് മാത്രം ഉള്ള ഉത്തരവാണെങ്കിൽ അത് കർശനമായി നടപ്പിലാക്കുന്ന സ്ഥിതിയിലേക്ക് പോകണം എന്നുള്ള ഒരു അഭിപ്രായം തന്നെയാണ് സ്വാഭാവികമായും ഉയർന്നു വരുന്നത്. പോലീസിന്റെ സുരക്ഷ, ഒപ്പം തന്നെ RPFന്റെ സുരക്ഷ, അതിനപ്പുറം ഇത്തരത്തിൽ മദ്യപിച്ചും ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഒക്കെ ഈ ട്രെയിനിൽ എത്തുന്നത് തടയാനുള്ള കൃത്യമായ നിരീക്ഷണങ്ങൾ കൂടി വേണം എന്നുള്ള അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. അതില്ലെങ്കിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും വെറും ചില സമയങ്ങളിലെ വാർത്തകൾ മാത്രമായി അത് അവസാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകും. പലതവണ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാവുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. പൊതുസമൂഹം ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ഏറ്റെടുക്കുകയും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ പിന്നീട് അതെല്ലാം മറവിയിലേക്ക് മായുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സൗമ്യ. വലിയ കോലാഹലം സമൂഹത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത വിഷയം. അതിനിടയിൽ വധശിക്ഷ വിധിക്കപ്പെടുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് ആ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നു. അങ്ങനെയുള്ള ശിക്ഷയിലെ ഇളവുകൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് അത്തരം കാര്യങ്ങൾ നൽകുകയും ചെയ്യുന്നത്. അതൊക്കെയാണ് ഇങ്ങനെ ട്രെയിൻ യാത്രയിൽ ഉൾപ്പെടെ ഈ രീതിയിൽ പെരുമാറിയാലും വലിയ പ്രശ്നമുണ്ടാകില്ല എന്നുള്ള നിലയിലേക്ക് ആളുകളുടെ മാനസികാവസ്ഥ എത്തിക്കുന്നത്. ഒപ്പം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് മദ്യപിച്ചൊക്കെ ട്രെയിനിൽ എത്തുന്ന ആളുകളെ കർശനമായി നിരീക്ഷിക്കാനും അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതിരിക്കാനും ഉള്ള മുൻകരുതലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പേരിന് മാത്രം ഒരു ഉത്തരവായി ഇറക്കിയാൽ പോരാ, അത് നടക്കണം എന്നുള്ള പൊതുവികാരമാണ് കേരളത്തിൽ ഈ അവസാന വിഷയത്തിൽ ഉൾപ്പെടെ ഉണ്ടാകുമ്പോൾ വിഷയത്തിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്നത്. അജിംസ്.